അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 3ാം പാഠത്തിൻ്റെ തദ്രീബാത്താണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പാഠം നാം ചർച്ച ചെയ്തു. അത് കാണാത്തവർ അത് കാണുക. അതിനുശേഷം തദ്രീബാത്തും കാണുക. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം, അൽ ജുംലത്തുൽ ഫിഅലിയ ജുംല. ഖറജ തുഫ്ലുൻ ഇലാ ബഗ്ദാദ, ബഗ്ദാദിലേക്ക് കുട്ടി പുറപ്പെട്ടു. ഫിഅലിയ ജുംലയിൽ ഫിഅലുണ്ടാകും, ഇസ്മിയ ജുംലയിൽ ഇസ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഖറജ എന്നുള്ള ഫിഅലുണ്ട്, അതുകൊണ്ട് തന്നെ ഫിഅലിയ ജുംലയാണ്. കുട്ടി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അടുത്തത് സാഫറ തുഫ്ലു മഅ ഖാഫിലത്തിൻ. സാഫറ തുഫ്ലു കുട്ടി യാത്ര പോയി, മഅ ഖാഫിലത്തിൻ ഒരു സംഘം ആളുകളോട് കൂടെ. അപ്പോൾ സാഫറ യാത്ര പോയി എന്നുള്ള ആ ഫിഅലുണ്ട്, അപ്പോൾ ഫിഅലിയ ജുംലയാണ്. അഅ്തതുഹു ഉമ്മുഹു കുട്ടിയുടെ മാതാവ് കുട്ടിക്ക് നൽകി 40 ദീനാറൻ 40 സ്വർണ്ണ നാണയം. ഇവിടെ അഅ്തത് എന്നുള്ള ഫിഅലുണ്ട്, അപ്പോൾ ഫിഅലിയ ജുംലയാണ്. അഖദ ജമാഅത്തുൻ ഒരു സംഘം പിടിച്ചു, മിനൽ ലുസൂസി കൊള്ളക്കാരിൽ നിന്ന് ഒരു സംഘം ആളുകൾ പിടിച്ചു, അൽ ഖാഫിലത്ത സംഘം ആളുകളെ, കുട്ടി ഉൾപ്പെടെയുള്ള സംഘം ആളുകളെ. അപ്പോൾ ഇവിടെ അഖദ പിടിച്ചു എന്നുള്ള ഫിഅലുണ്ട്, അപ്പോൾ ഫിഅലിയ ജുംലയാണ്. അടുത്തത് നുകമ്മിലുൽ ജുംലത്ത ജുംല നമുക്ക് പൂർത്തിയാക്കാം. ബിവളഇ കലിമത്തിൻ മുനാസിബത്തിൻ യോജിച്ച കലിമത്ത് ചേർക്കൽ കൊണ്ട്, നൽകൽ കൊണ്ട്, മിമ്മ ബൈനുൽ ഖൗസൈനി ബ്രാക്കറ്റിൽ നിന്ന്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള ഖറജ പുറപ്പെട്ടു, അൽ കിതാബ പുസ്തകത്തെ, അത്തുഫ്ലു കുട്ടി, അങ്ങനെയുള്ളത്. ഖറഅൽ വലദു കുട്ടി ഓതി, അല്ലെങ്കിൽ കുട്ടി വായിച്ചു, അൽ കിതാബ കിതാബിനെ. ഇവിടെ ഖറഅ എന്നുള്ള ഫിഅലാണ്, വലദു എന്നുള്ള ഫായിലാണ്, അതുകൊണ്ട് ദു എന്ന് കൊടുത്തത്, ദമ്മ് കൊടുത്തത്. പിന്നെ കിതാബ എന്നുള്ളത് മഫ്ഊലാണ്, അതുകൊണ്ടാണ് കിതാബ എന്ന് കൊടുത്തത്. ഇത് ഫായിലിൻ്റെയും മഫ്ഊലിൻ്റെയും ഇറാബും കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ നിന്ന് പഠിക്കും, അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. 2 ബക ഡാഷ് ഫില്ലൈലി, ബക കരഞ്ഞു. ആര് കരഞ്ഞു എന്ന് കൊടുത്തിട്ടില്ല, അപ്പോൾ അതിന് ഫായിൽ വേണം. ഫായിലിന് അവസാനം ലൊമ്മാണ് ഉണ്ടാവുക, റഫാണ് ഉണ്ടാവുക. അപ്പോൾ ബക തുഫ്ലു കുട്ടി കരഞ്ഞു, ഫില്ലൈലി രാത്രിയിൽ. അടുത്തത് ഡാഷ് അൽ ഔലാദു മക്കൾ, ഇലൽ മദ്രസത്തി അല്ലെങ്കിൽ കുട്ടികൾ, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. അപ്പോൾ മദ്രസയിലേക്ക് എന്നാണ് പറഞ്ഞത്. എന്താ ഫിഅൽ അവിടെ പറഞ്ഞിട്ടില്ല, അവിടെ ഫിഅൽ കൊടുക്കണം. ഖറജ പുറപ്പെട്ടു, അപ്പോൾ ഖറജൽ ഔലാദു കുട്ടികൾ പുറപ്പെട്ടു, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. അടുത്തത് നഫ്ഹമു അൽ മഅന വനക്തുബുഹു നമുക്ക് അർത്ഥം മനസ്സിലാക്കുകയും എഴുതുകയും ചെയ്യാം. ഖറജ പുറപ്പെട്ടു, അജാബ മറുപടി നൽകി, സഅല ചോദിച്ചു, ബക കരഞ്ഞു. ഇവിടെയൊക്കെ ഫായിലും പാട് കൊടുക്കുകയാണെങ്കിൽ ഉഷാറാകും. അപ്പോൾ ഖറജ അവൻ പുറപ്പെട്ടു, അജാബ അവൻ മറുപടി നൽകി, സഅല അവൻ ചോദിച്ചു, ബക അവൻ കരഞ്ഞു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഉഷാറാകും. ഞാൻ അർത്ഥം എഴുതുന്ന സമയത്ത് കരഞ്ഞു, ചോദിച്ചു, മറുപടി നൽകി നൽകി എഴുതിയാലും മതി. അടുത്തത് നുറത്തിബുൽ കലിമാത്തി കമാഫിൻ നമൂദജി ഉദാഹരണത്തിൽ ഉള്ളതുപോലെ കലിമത്തുകൾ നമുക്ക് തർത്തീബാക്കാം, ഓർഡറിലാക്കാം. ഡിസോർഡറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അത് ഓർഡറിലാക്കി എഴുതാം. അപ്പോൾ അന്നമൂദജു ഉദാഹരണം അസ്സബൂറത്തി നളറ ഇല അൽ ഔലാദു. അപ്പോൾ അത് കൊടുത്തിട്ടുള്ളത് നളറൽ ഔലാദു ഇല സബൂറത്തി കുട്ടികൾ ബോർഡിലേക്ക് നോക്കി. ഇവിടെ ഒരു ഫിഅൽ പറയുകയാണെങ്കിൽ ഫിഅലാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. അടുത്തത് അൽ മദ്രസത്തി അൽ ബനാത്തു ഇല വസ്വലത്ത്. അപ്പോൾ ഫിഅലാണ് ആദ്യം കൊടുക്കുക, അപ്പോൾ വസ്വലത്ത്, വസ്വലത്ത് എത്തി, അൽ ബനാത്തു പെൺകുട്ടികൾ, വസ്വലത്തിൽ ബനാത്തു പെൺകുട്ടികൾ എത്തി, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. അപ്പോൾ ഫിഅലാണ് ആദ്യം കൊടുക്കേണ്ടത്. അടുത്തത് അദ്ദാരിസൂന കതബ ദർസ. ഇവിടെയും ഫിഅൽ ആദ്യം കൊടുക്കുക, കതബ എഴുതി. ആരെഴുതിയത്? അദ്ദാരിസൂന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ എഴുതി, അദ്ദർസ പാഠം. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ കതബ ദാരിസൂന ദർസ.
അതിന് നേരെ മുകളിലത്തെ വസുലത്തിൽ ബനാത്തു ഇലൽ മദ്രസത്തി, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ, ജംഉം മുഫ്രദും നമുക്ക് മനസ്സിലാക്കാം. ദീനാർ, ദീനാർ എന്നുള്ളത് ഒരു സ്വർണ്ണ നാണയം, അതിൻ്റെ ജംആണ്, ബഹുവചനമാണ് ദനാനീർ, സ്വർണ്ണ നാണയങ്ങൾ. ലിസ്സുൻ, കള്ളൻ, അതിൻ്റെ ബഹുവചനമാണ് ലുസൂസുൻ, കള്ളന്മാർ അല്ലെങ്കിൽ കൊള്ളക്കാർ. നഖ്റഉൽ ആയത്തൈനി താലിയൈനി, ശേഷം വരുന്ന 2 ആയത്ത് നമുക്ക് പാരായണം ചെയ്യാം. വനക്തഷിഫു, നമുക്ക് വ്യക്തമാക്കാം. മിൻഹുമ, അതിൽ നിന്ന് ഉള്ളത് വ്യക്തമാക്കാം. അൽ ജുംലത്തുൽ ഫിഅലിയ, ഫിഅലിയ ജുംല. വനഖുത്തു, നമുക്ക് വരക്കാം. തഹ്തഹ, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരക്കുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ലൈലത്തുൽ ഖദർ ദിവസം, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, ഖൈറുൻ, അത് ഖൈറാണ്, ശ്രേഷ്ഠമാണ്, മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ. ഇവിടെ ഫിഅലുണ്ടോ? അവിടെ ഫിഅലില്ല, ഫുള്ള് അത് ഇസ്മിയായ ജുംലയാണത്. രണ്ടാമത് തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങുന്നു, അല്ലെ ഇറങ്ങി, മലക്കുകൾ ഇറങ്ങി. റൂഹ്, റൂഹും, റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറയുന്ന പേരാണ് റൂഹ്. ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി. അപ്പോൾ തനസ്സലു എന്നുള്ള ആ ഫിഅൽ അവിടെ ഉണ്ട്. തനസ്സലുൽ മലായികത്തു റൂഹു. അപ്പോൾ തനസ്സലുൽ ഫിഅലുണ്ട്, അതുകൊണ്ട് അതിന് നേരെ ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം. തനസ്സലുൽ മലായികത്തു റൂഹു, മലക്കുകളും റൂഹുകളും ഇറങ്ങുന്നു എന്നുള്ള അർത്ഥമാണത്. അടുത്തത് നൻസഖുൽ ഇബാരത്ത താലിയ, ശേഷമുള്ള ഇബാരത്ത് നമുക്ക് പകർത്തി എഴുതാം. ഇന്ന സുദ്ഖ, തീർച്ചയായിട്ടും സത്യസന്ധത, യഹ്ദി, അത് നയിക്കും, ഇലൽ ബിദ്ദി, നന്മയിലേക്ക്, ഗുണത്തിലേക്ക് നയിക്കും. വൈന്നൽ ബിർറ, തീർച്ചയായിട്ടും ഗുണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നന്മ, യഹ്ദി, അത് നയിക്കും, ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. അത് ഫസ്റ്റായിട്ട് അതിന് മുകളിലായിട്ട് എഴുതി കൊടുക്കുക, അതിന് ശേഷം താഴെ ഉഷാറായിട്ട് എഴുതുകയും ചെയ്യുക. അൽ മുഅ്ജമു, ഖറജ, അതിൻ്റെ അർത്ഥം പുറപ്പെട്ടു. യത്ലുബു, തേടുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു. അഅ്ത, നൽകി. ദീനാറുൻ, ഒരു സ്വർണ്ണ നാണയം, അതിൻ്റെ ജംആണ് ദനാനീർ, സ്വർണ്ണ നാണയങ്ങൾ. സാഫറ, യാത്ര പോയി. ഖാഫിലത്തുൻ, യാത്രാ സംഘം. അഖദ, പിടിച്ചു. ലിസ്സുൻ, കള്ളൻ. വന്ന, വിചാരിച്ചു അല്ലെങ്കിൽ ഭാവിച്ചു. അഖ്റജ, പുറത്തെടുത്തു അല്ലെങ്കിൽ പുറപ്പെടുവിച്ചു. ഹമല അല, പ്രേരിപ്പിച്ചു. ഔസ, വസിയ്യത്ത് ചെയ്തു. ബക, കരഞ്ഞു. ഖാഫ, പേടിച്ചു. യഖാഫ്, അതിൻ്റെ മുദാരിയാണ്, പേടിക്കും. അസ, ധിക്കരിച്ചു അല്ലെങ്കിൽ അനുസരിക്കാതിരുന്നു, അനുസരണക്കേട് കാണിച്ചു. അതൊക്കെ അസ എന്നുള്ളതിൻ്റെ അർത്ഥം. നേരത്തെ പറഞ്ഞില്ലേ, അൻ താസിയ ഉമ്മക്ക, അൻ ആസിയ റബ്ബി എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം അനുസരണക്കേട് കാണിച്ചു അല്ലെങ്കിൽ ധിക്കരിച്ചു. യാസി, ധിക്കരിക്കും എന്നുള്ള അർത്ഥമാണ്. യാസി എന്ന് മുദാരിയായ ഫീലാണ് യാസി, അപ്പോൾ ധിക്കരിക്കും എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.